വിശുദ്ധ യൗസേപിതാവിന്റെ തിരുനാൾ ദിനത്തിൽ കത്തോലിക്ക വിശ്വാസികൾക്കും ക്രൈസ്തവ സമൂഹത്തിനും ആശംസകൾ നേർന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. യേശുക്രിസ്തുവിന്റെ വളർത്തുപിതാവായ വിശുദ്ധ യൗസേപിതാവ് ഒരു മാതൃകാപരമായ പിതാവിനും ഭർത്താവിനും തൊഴിലാളികൾക്കും ഉത്തമ ഉദാഹരണമാണെന്ന് പ്രസിഡന്റ് തന്റെ സന്ദേശത്തിൽ ഓർമ്മിപ്പിച്ചു. അംഗീകാരങ്ങളോ പ്രശസ്തിയോ ആഗ്രഹിക്കാതെ ദൈവഹിതത്തിനെ പൂർണ്ണമായും കീഴടങ്ങി കുടുംബത്തെ സംരക്ഷിച്ച യൗസേപിതാവിന്റെ നിശബ്ദമായ ത്യാഗങ്ങളെ ട്രംപ് പ്രകീർത്തിച്ചു. കഷ്ടപ്പാടുകളിലും അനിശ്ചിതത്വങ്ങളിലും ധാർമ്മിക ധൈര്യത്തോടെയും വിനയത്തോടെയും കുടുംബത്തെ നയിച്ച അദ്ദേഹം രക്ഷാകര ചരിത്രത്തിൽ സുപ്രധാന പങ്കുവഹിച്ച വ്യക്തിയാണെന്ന് ട്രംപ് കൂട്ടിച്ചേർത്തു. അമേരിക്കയിലെ ഇറ്റാലിയൻ അമേരിക്കൻ സമൂഹങ്ങളിൽ വിശുദ്ധ യൗസേപിതാവിനുള്ള വലിയ പ്രാധാന്യത്തെക്കുറിച്ച് വൈറ്റ് ഹൌസ് പ്രത്യേകം പരാമർശിച്ചു. ലോകം മുഴുവനുമുള്ള ജനങ്ങൾക്ക് വിശുദ്ധ യൗസേപിതാവിനോടുള്ള ഭക്തിയെക്കുറിച്ച് അദ്ദേഹം എടുത്തു പറഞ്ഞു. രാജ്യത്തെ പള്ളികളിലും വീടുകളിലും വിശുദ്ധന്റെ മാധ്യസ്ഥത്താൽ നടന്ന അത്ഭുതങ്ങളെ വിശ്വാസികൾ അനുസ്മരിക്കുന്നതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അതേസമയം രാജ്യത്ത് സമീപകാലത്ത് കണ്ടുവരുന്ന തീവ്രമായ സാംസ്കാരിക മാറ്റങ്ങളിൽ പ്രസിഡന്റ് ആശങ്ക പ്രകടിപ്പിച്ചു. യുവാക്കളെ തീവ്രവാദവും വിദ്വേഷവും പഠിപ്പിക്കുന്നതിന് പകരം വിശ്വാസം സ്വീകരിക്കാനും വിവാഹിതരായി കുടുംബം തുടങ്ങാനും അവരെ പ്രോത്സാഹിപ്പിക്കണം. ദൈവഭയമുള്ള ഒരു തലമുറയെ വളർത്തിയെടുക്കുകയാണ് നമ്മുടെ ലക്ഷ്യമെന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. വിശ്വാസം, കുടുംബത്തോടുള്ള സ്നേഹം, മാനുഷിക സ്വാതന്ത്ര്യം എന്നീ കാലാതീതമായ മൂല്യങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് ഉജ്ജ്വലമായ ഒരു ഭാവി കെട്ടിപ്പടുക്കുമെന്ന് ഉറപ്പു നൽകിയാണ് സന്ദേശം അവസാനിക്കുന്നത്. വീടുകളിലും പള്ളികളിലും പൊതു ഇടങ്ങളിലും വിശുദ്ധ യൗസേപിതാവ് നൽകിയ പൈതൃകം സംരക്ഷിക്കാൻ ഭരണകൂടം പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം അറിയിച്ചു.